ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷൈലാസ് തെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക മാസം തുടങ്ങിയിട്ട് നല്ല അടിപൊളി മഴയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ആ മഴ സമയത്ത് കുട്ടനാട്ടിൽ പോയി ഒരു താറാവിനെയൊക്കെ മേടിച്ച് നല്ല പീസാക്കി തന്നവർ നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കിടുക്കാച്ചി ഒരു താറാവുറി ഉണ്ടാക്കണം. അപ്പോൾ അതെ, കുട്ടനാടൻ താറാവുറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തക്കിടിപണ്ണൻ താറാവ് വരട്ടാ. ഞങ്ങളെപ്പോഴും പച്ചത്തലയും താറാവിനെ മേടിക്കുന്നത്. എന്താ പച്ചത്തലയും താറാവ് എന്ന് പറഞ്ഞാൽ പൂവൻ താറാവ്. ഈ മുട്ടത്താറാവിനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറേ പ്രായമായി അവർ മുട്ടയിട്ടും അധികം കൊതിയും കെട്ടിടുമ്പോൾ അവർ ഇതേപോലെ ഇറച്ചിക്ക് കൊടുക്കത്തുള്ളൂ. അതേസമയം പൂവൻ താറാവാണെങ്കിൽ ഒരു 4-5 മാസം കൊണ്ട് അതിൻ്റെ വളർച്ചയെത്തി നമുക്ക് കിട്ടും. അപ്പോൾ വലിയ മൂപ്പില്ലാത്ത താറാവ് കിട്ടും. നല്ല അടിപൊളി താറാവായിരിക്കും. പച്ചത്തലയും താറാവിന് മേടിച്ച് അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾ ആദ്യമേ കണ്ടത്, നമ്മളവിടെ പോയി മേടിക്കുന്ന വീഡിയോ ആദ്യം കണ്ടത്. ഇനിയിപ്പോ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ ഇട്ട് ഇത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊരു കറി വെച്ചാണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടന്നാൽ ആദ്യം ഒന്ന് കുറച്ച് പച്ചമുളകും ഇഞ്ചി വേപ്പില ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കണം. നല്ലപോലെ കഴുകി എടുത്തിട്ട് കുക്കറിൽ ഇട്ട് ഇതൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് നടക്കട്ടെ എന്നാ. അങ്ങനെ താറാവ് ഒരു 3-4 പ്രാവശ്യം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 6 പച്ചമുളകും അരിഞ്ഞതിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ താറാവ് 1,200 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ മതിയല്ലോ. മേക്കപ്പ് ഫസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞു. ഇനിയാണ് മെയിൻ മേക്കപ്പ് കിടക്കുന്നു. അപ്പൊ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിലെങ്കിലും വരട്ടെ അല്ലേ? 6-7 വിസിലടിച്ചോ, നല്ല അടിപൊളിയായിട്ട് വേണം. അപ്പൊ അതിനുള്ള പരിപാടി ചെയ്താൽ ഓക്കെ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് നമുക്ക് കുക്കറിനകത്ത് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ താറാവ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം. അതിന് നമുക്ക് സവാള വേണം, പച്ചമുളക് വേണം. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. നമുക്ക് താറാവിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കറി മസാല പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ താറാവ് കഴിച്ചപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും അതെടുത്തിട്ടുണ്ട്. പിന്നെ കറി മസാലപ്പൊടിയിൽ കുരുമുളകും എല്ലാം കൂടിയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുരുമുളക് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു ഇടത്തരം തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ തിളച്ചപ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്പം സവാള കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇവനൊക്കെ കിടന്നൊന്ന് വഴന്നിങ്ങ് വരണം അല്ലേ? ആ വെളുത്തുള്ളി കൂടി ഇട്ടേക്ക്. ഇനി അതായിട്ട് വെച്ചേക്കണം. എന്തിനാ എല്ലാം ഇടന്നേ. ഇപ്പം തക്കാളി ഇടാണ്ടല്ലേ? ഇതൊന്ന് വഴഞ്ഞിട്ട് തക്കാളി ഇടാം. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളി ഇട്ട് കൊടുക്കണേ. അങ്ങനെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല അല്പം വെള്ളത്തിൽ കലക്കി അങ്ങോട്ട് ഇടിയണേ. ഇട്ടോളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല പൗഡർ, അല്പം മഞ്ഞൾപ്പൊടി, ഇത്തിരി ശകലം കൂടി വെള്ളം ഒഴിച്ചിട്ടേ. അങ്ങനെ നമ്മൾ തീ ഇത്തിരി ചെറുതാക്കിയിട്ട് അതിലോട്ട് ചട്ടിയിലേക്ക് മസാലപ്പൊടിയൊക്കെ ഒന്ന് നനച്ചിടിയണേ. നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൂട്ടാം. അല്പം വെള്ളം കൂടി ഒഴിച്ച്
നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ മസാലയും ഇട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറി മസാല പൗഡർ ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിനകത്തേക്ക് ഈ താറാവിൻ്റെ വെള്ളം അല്പം ചേർത്തായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ ചേർത്തിട്ടേ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാനുണ്ടേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടാനുള്ള വെള്ളവും കൂടെയാണ്. മതി മതി മതി. അപ്പോൾ പുഴുങ്ങിയ വെള്ളം കൂടി ഒഴിച്ചാൽ മസാല നല്ല മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് വേവിക്കണം. ഇവരൊന്ന് സെറ്റാവട്ടെ. എന്നിട്ട് നമുക്ക് ആ ബാക്കിയുള്ള ഡക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കൂടി ഇട്ട് ഇളക്കി കൂട്ടി എടുത്ത് അവസാനത്തെ ഒരു മേമ്പടി കൂടി കഴിച്ചാണ്ടല്ലോ. ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഒരു പകുതി ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് അതിനകത്തേക്ക് ഇട്ട് അപ്പം എല്ലാം വെന്ത് വരുമ്പോൾ നല്ല പരുവമായിട്ട് വരും. അല്പം അങ്ങനെ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വേറൊരു സംഭവം മേമ്പൊടി എന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൂടെ ചേർത്താണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്. അത് കാണിച്ചു തരാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വെന്ത് വരട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ പറഞ്ഞ മേമ്പൊടി എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ, അതായത് താറാവ് കറിയൊക്കെ വെക്കുമ്പോൾ ആ മസാലയുടെ ഒരു ഇരുത്തം വരാൻ വേണ്ടിയിട്ട് അല്ലേ, അതായത് കുത്തലൊന്നും ഇല്ല, മസാലയൊക്കെ ഉള്ള ഒരു കുത്തലൊക്കെ മാറാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ. അപ്പം ഇത്ര അല്പം തേങ്ങാപ്പാൽ കൂടെ ഒഴിക്കണേ കണ്ടല്ലോ. ഒരു അരമുറി തേങ്ങയുടെ പാൽ, ഒരു അരമുറി തേങ്ങയുടെ പാൽ ഒഴിക്കുകയാണ്. നല്ല കിടുക്കാച്ചയായിരിക്കും. അപ്പം ഇത് ഇരിക്കും തോറും കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം ഒഴിച്ചോ. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കറി ഇനി കുറച്ചു നേരം ഒരു ചെറിയ തീയിലിരുന്ന് നല്ലപോലെ ഒന്ന് സെറ്റാകണം. നല്ല കുറുകി നല്ല പാകത്തിന് വരും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബ്രെഡൊക്കെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ. നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ. നല്ല കിടുക്കാച്ചായിരിക്കും. അതായത് നമ്മളിപ്പോൾ താറാവിന് നല്ല നെയ്യ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ ആ നെയ്യ് നമുക്കൊരു മട്ടിപ്പോരും. ആ സമയത്ത് ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ആ നെയ്യൊക്കെ കൂടി അങ്ങോട്ട് കുഴച്ചടിച്ചാൽ അടിപൊളിയായിരിക്കും. കർക്കിടക മാസത്തിൽ എല്ലാ സംഭവങ്ങൾക്കും നെയ്യായിരിക്കും. അറ്റ്ലീസ്റ്റ് ഈ എന്ത് ലിസ്റ്റ് ഈ നമ്മുടെ സസ്യങ്ങൾക്ക് വരെ നെയ്യുണ്ടാകും. ചീരക്ക് വരെ നെയ്യാണെന്ന് പറഞ്ഞാൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല ഈ ടൈമില്. മുരിങ്ങയിലയിൽ വിഷാംശം ഉണ്ടാകും കർക്കിടക മാസത്തിൽ. അപ്പം അതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷൊന്നും ഞങ്ങൾ പറയാൻ നിൽക്കുന്നില്ല. കറി നല്ല സൂപ്പറായി കഴിയുമ്പോൾ അത് റെഡിയാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ. കറി നല്ലതുപോലെ ഇവിടെ ഇരുന്ന് കുറുകട്ടെ. അതിന് ആ സമയത്തുണ്ടല്ലോ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കെല്ലാം കൂടി ഇളക്കി കൂട്ടി നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഒന്നുകൂടി വെന്തതാണ്, പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് കിടന്ന് ഈ ഉരുളക്കിഴങ്ങും ഈ താറാവും ഒക്കെ നല്ല അടിപൊളിയായിട്ടൊന്ന് കുറുകി കിട്ടും ഇതിനകത്ത്. അപ്പോൾ ഇതെന്തായാലും നമ്മളെ കൂടുതലായിട്ടുള്ള വേവിക്കലല്ല വേവിച്ചിരിക്കുന്നത്, പാകത്തിനുള്ള വേവ്. കാര്യം ഈ ഉരുളക്കിഴങ്ങിനകത്ത് ഈ താറാവിട്ടൊന്ന് നല്ലതുപോലെ അരപ്പൊക്കെ പിടിക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പാകത്തിനുള്ള വേവാണ് ചെയ്തു വച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് വെന്തൊന്നും പോകത്തില്ല കേട്ടോ കുക്കറിൽ വേവിക്കുമ്പോഴേ. ഇപ്പോൾ ഇതിനകത്തൊക്കെ കിടന്ന് വേവിക്കാനുള്ള പരുവത്തിലേ നമ്മൾ കുക്കറിനകത്ത് വേവിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. അടിപൊളി. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയ തീയിലിരുന്ന് നന്നായിട്ടൊന്ന് കുറുകി നല്ല സെറ്റായിട്ടുണ്ട്.
ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ താറാവ് കറി ഉരുളക്കിഴങ്ങ് ഇട്ട തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് താറാവ് കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടപ്പ് ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ കൂട്ടുകാര്, കറി അങ്ങനെ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഉരുളക്കിഴങ്ങും താറാവിൻ്റെ പീസും ഒക്കെ കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡും കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. കഴിക്കട്ടെ, നോക്കട്ടെ. ഇപ്പൊക്കെ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ് കേട്ടോ. ഇപ്പൊ ഇന്ന് വെച്ചതാണല്ലോ, നാളെ കഴിക്കുമ്പോ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.